നമ്മുടെ വേളമാന്നൂർ ബ്രാഞ്ചിന് ഇനി രോഗികൾക്ക് വണ്ടിക്ക് കാത്തു കിടക്കേണ്ട അതിൻ്റെ അവസരമുണ്ടായി മനോഹരമായൊരു വാഹനം KSFE സമ്മാനിച്ചിരിക്കുകയാണ്. വലിയ സന്തോഷമുണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട ധനമന്ത്രി പ്രത്യേക കരുതൽ നൽകുന്നുണ്ട്. അദ്ദേഹം ഗാന്ധിഭവന് മാത്രമല്ല ഈ കേരളത്തിലെ എല്ലാ ഓർഫനേജുകളും അഭയമന്ദിരങ്ങളും അവരുടെ പ്രശ്നങ്ങൾ ഞാനും കൂടെ ചെന്ന് പറയാറുണ്ട്. ചെന്ന് പറയുന്നതെല്ലാം അത് അനുധാവനപൂർവ്വം ഉടൻ തന്നെ ഒന്നും പറയാതെ തന്നെ നമ്മൾ കൊടുക്കുന്ന ആപ്ലിക്കേഷനിൽ തന്നെ അപേക്ഷയിൽ തന്നെ എഴുതി അത് ഓർഡറാക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുന്ന സന്ദർഭത്തിൽ ഇന്ന് നമുക്ക് ഒരു വാഹനം കൂടി കിട്ടിയത് വലിയ സന്തോഷമായി. വരദരാജൻ സാറിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഗാന്ധിഭവൻ തുടങ്ങി കുറേ കാലം കഴിയുമ്പോൾ അവിടെ വരികയും അന്നു മുതൽ അതിന് മുമ്പ് സാറിൻ്റെ ഒരു ആരാധകനായിരുന്നു ഞാൻ. സാറ് NGO യൂണിയൻ്റെ പ്രവർത്തനങ്ങളിൽ നിൽക്കുമ്പോൾ സാറിൻ്റെ പ്രഭാഷണങ്ങളിലൂടെ ആരാധകനായിരുന്നു. എന്തായാലും ശരി, അത് തുടർന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. രാധാകൃഷ്ണൻ സാറും 2 രാധാകൃഷ്ണന്മാരാണ് അവരിവിടെ വന്നിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായിരുന്ന രാധാകൃഷ്ണനും അതുപോലെ സംസ്ഥാന ദേശീയ അവാർഡ് കിട്ടിയ അധ്യാപകനായ രാധാകൃഷ്ണൻ സാർ ഇവിടെയുണ്ട്. ഗാന്ധിഭവൻ്റെ എല്ലാ ഭാരവാഹികളുടെയും സാന്നിധ്യത്തിൽ ഇത് കൈമാറുകയാണ്. അതോടൊപ്പം തന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. കേന്ദ്ര സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയത്തിൻ്റെ വികലാംഗർ വകുപ്പിൻ്റെ ഉപകരണം 140 പേർക്കുള്ള ചലനോപകരണങ്ങൾ ഗാന്ധിഭവൻ ലഭിച്ചു. അതിന് കാരണമായത് അതും വരദരാജൻ സാറാണ്. വരദരാജൻ സാർ പറഞ്ഞു, എൻ്റെ മകൻ ഡോക്ടർ ശരത്തിനെ ഒന്ന് നിങ്ങൾ ബന്ധപ്പെട്ട് ഇങ്ങനൊരു സാധ്യതയുണ്ട്. അതിപ്പോൾ ഒരുപാട് പേർക്ക് കൈയും കാലും ഒക്കെ നടക്കാനുള്ള സൗകര്യങ്ങളായി. 140 പേർക്കുള്ള ഉപകരണം കിട്ടി. ഗാന്ധിഭവനിൽ അത് അനൗപചാരികമായി പലർക്കും സമ്മാനിച്ചു കഴിഞ്ഞെങ്കിലും അതിൻ്റെ ഒരു ഔദ്യോഗികമായ ഏറ്റുവാങ്ങൽ ചടങ്ങുകൂടി ബഹുമാനപ്പെട്ട മന്ത്രി നിർവഹിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ആ ചടങ്ങ് ഇവിടെ നടക്കുന്നത്. എന്തായാലും ശരി, ഈ അവസരത്തിൽ ഡോക്ടർ ശരത്തിനെ പ്രത്യേകം നന്ദി കടപ്പാട് അറിയിക്കുന്നു. വരദരാജൻ സാറിനെ നമ്മുടെ എല്ലാം പ്രിയങ്കരനായി ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വാക്കിംഗ് സ്റ്റിക്ക് 31, നീ ബ്രേസ് 48, ടൈപ്പോയിഡ് 24, എൽബോ ക്രച്ചസ് 12, സ്പൈനൽ സപ്പോർട്ട് 4, കടാബെൽറ്റ് 70, ഓക്സിലെ ക്രച്ചസ് 10, ജെൽ ഫോം കുഷ്യൻ 61, സർവിക്കൽ കോളർ 1, വാക്കിംഗ് സ്റ്റിക്ക് വിത്ത് സീറ്റ് 1, റോളൈറ്റർ 19. അങ്ങനെ 140 പേർക്കുള്ള ഉപകരണങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. ഒരുപാട് പേരിപ്പോൾ ഇതിലൂടെ നടക്കുന്നു. ചെറിയ രീതിയിൽ സന്നദ്ധ പ്രവർത്തനങ്ങളുമായി വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതാണ്. ഇന്നിപ്പോൾ കേരളത്തിലെല്ലാം അറിയപ്പെടുന്ന, ദേശീയ തലത്തിൽ തന്നെ പലതരത്തിലും പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നൊരു സ്ഥാപനമായി മാറിയിട്ടുണ്ട്. പത്തനാപുരത്ത് ഇത് തുടങ്ങിയ കാലം മുതൽ അതിനു മുമ്പ് തന്നെ സാമൂഹ്യ പ്രവർത്തകനാണ് ശ്രീ സോമരാജൻ. അദ്ദേഹത്തിൻ്റെ കുടുംബം പത്തനാപുരത്ത് അദ്ദേഹത്തിനോട് സഹകരിക്കുന്ന വലിയൊരു ടീമുണ്ട്. അങ്ങനെ പ്രവർത്തിച്ചിപ്പോൾ ഏത് സ്ഥലത്തും ഇത്തരം സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകാൻ പറ്റുന്ന പ്രധാനപ്പെട്ട പ്രവർത്തകരായി അത് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 1400ഓളം പേര് അവിടെ താമസിക്കുന്ന അവരുടെ സെൻറ്ററുകൾ മറ്റു പല സ്ഥലത്തുണ്ട്. ഇപ്പോൾ വേളമാനൂർ സെൻറ്ററിൻ്റെയാണ് നമ്മൾ ഇന്നിപ്പോൾ 21 ചെയ്യുന്നത്. അതിന് വലിയ തോതിൽ നിർലോഭമായ പിന്തുണയും സഹകരണവും എല്ലാ സ്ഥലത്തുനിന്നും കിട്ടുന്നുണ്ട്. ഇത് അവരുടെ പ്രവർത്തനം കണ്ടുകൊണ്ട് തന്നെ അഖിലേന്ത്യാ തലത്തിലുള്ള ചില സ്ഥാപനങ്ങളുടെ ഒരു സഹായം കൂടെ കിട്ടിയതാണ് നമ്മളിപ്പോൾ കൊടുക്കുന്ന വീൽ ചെയറുകളും മറ്റു ഉപകരണങ്ങളും. KSFE കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ധനകാര്യ സ്ഥാപനമാണ്. എപ്പോഴും KSFE ഈ ഗാന്ധിഭവനുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. KSFE മാത്രമല്ല, കേരള ഗവൺമെൻറ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം നമ്മുടെ ഈ ഗാന്ധിഭവൻ്റെ കാര്യത്തിൽ വലിയ താല്പര്യം എടുക്കുന്നുണ്ട്. KSFE ഈ പ്രവർത്തനം നടത്തുന്നത് അതിൻ്റെ ഏറ്റവും വിജയകരമായ പ്രവർത്തനം വഴിയാണ്. ധനകാര്യ വകുപ്പിൻ്റെ സ്ഥാപനങ്ങളിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന 3-4 സ്ഥാപനങ്ങൾ ധനകാര്യ വകുപ്പിനുണ്ട്. 1 ലക്ഷം കോടിയിലേക്ക് KSFEയുടെ ബിസിനസ് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ
വലിയ ഒരു 5 വർഷം കൊണ്ട് ഏകദേശം ഇരട്ടിയിലാവുന്ന തരത്തിലേക്കുള്ള ബിസിനസ് വർധനയുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഈ മേഖലയിലുള്ള ധനകാര്യ സ്ഥാപനമായിട്ട് KSFE മാറിയിട്ടുണ്ട്. KSFE എല്ലാവർക്കും ഒരു തോഴനായി നിൽക്കുന്ന സ്ഥാപനമാണ്. അത് അവിടെ ഇടപാടുകാർക്ക് മാത്രമല്ല, ഞങ്ങളവിടെ CSR ഫണ്ട് കൃത്യമായി മാനദണ്ഡം നോക്കി കൊടുക്കുക എന്നുള്ളത് ധനകാര്യ വകുപ്പ്, KSFEയുടെ പോലെയുള്ള മറ്റ് സ്ഥാപനങ്ങൾ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് എപ്പോഴും സഹകരിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇതുകൂടാതെ ബഡ്ജറ്റിൽ തന്നെ ഗാന്ധി ഭവന് ചില സപ്പോർട്ട് നമ്മൾ വെക്കാറുണ്ട്. ഈ ധനകാര്യ സ്ഥാപനം എന്ന നിലയിൽ KSFEയും അതുപോലെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്ന കൂടാതെ, വ്യക്തികൾ കൊടുക്കുന്ന കൂടാതെ ധനകാര്യ വകുപ്പ് തന്നെ ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് കുറച്ചൊരു സഹായം ചെയ്യാറുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ശരിയായി നമ്മുടെ ഏറ്റവും ന്യായമായി പരിഗണന അർഹിക്കുന്ന ആളുകൾക്ക് എത്തണം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ മറ്റ് ധാരാളം ആളുകളെ ഈ സന്നദ്ധ പ്രവർത്തനത്തിലേക്കും സാധാരണക്കാരെ സഹായിക്കുന്ന പ്രവർത്തനത്തിലേക്കും എത്തിക്കുന്നതിന് സഹായിക്കുന്നതാണ്. പ്രത്യേകിച്ചും സംസ്ഥാന ഗവൺമെൻറ് വരുന്നതിന് തന്നെ മുമ്പ് തന്നെ മുഖ്യമന്ത്രി ഗാന്ധി ഭവൻ സന്ദർശിക്കുകയും ഗാന്ധി ഭവൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തെന്ന് മാത്രമല്ല, ഏതാണ്ട് മിക്ക സ്ഥലങ്ങളിലും അദ്ദേഹം പോകുന്ന പരിപാടികളെല്ലാം ഗാന്ധി ഭവനെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി ആയതിനു ശേഷം പ്രത്യേക താല്പര്യം ഗാന്ധി ഭവനോട് കാണിച്ചിട്ടുണ്ട് എല്ലാ കാലത്തും. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി, ഞങ്ങളിപ്പോൾ പല ഘട്ടങ്ങളിൽ ഗാന്ധി ഭവനിൽ ഞാൻ ധനകാര്യമന്ത്രിയോടൊപ്പം തന്നെ പോയിട്ടുണ്ട്. അപ്പോഴെല്ലാം എന്താവശ്യങ്ങളുണ്ടെങ്കിലും നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്യുക എന്ന നിലപാടാണ് ധനകാര്യമന്ത്രി സ്വീകരിച്ചിട്ടുള്ളത്. അതിൻ്റെയും കൂടി ഭാഗമായിട്ടാണ് ഗാന്ധി ഭവന് ഞങ്ങളിപ്പോൾ ഒരു ചെറിയ വാഹനം കൊടുക്കുന്നത്. ഈ ആശുപത്രിയിലും മറ്റും അന്തേവാസികളെ കൊണ്ടുവരുന്നതിന് സൗകര്യമില്ല. ഒന്നാമത്തെ കാര്യം, അത് റോഡിൽ നിന്ന് കുറച്ചുള്ളിലാണ് ഈ സ്ഥാപനം. അപ്പോൾ അത് കണക്കിലെടുത്തിട്ടാണ് ഈ രാത്രി കാലങ്ങളിലും മറ്റും ആശുപത്രികളിലേക്കൊക്കെ കൊണ്ടുപോകാനും കൊണ്ടുവരാനും ഒക്കെയുള്ള അത്യാവശ്യ കാര്യങ്ങൾ ഉപയോഗിക്കട്ടെ.